അങ്ങനെ കാത്തിരുന്ന പ്രതികരണം ഒടുവിൽ നടത്തിയ ശേഷം മോഹൻലാൽ പോകുന്നു. അദ്ദേഹം അക്ഷമനാണെങ്കിലും ക്ഷമ കാണിച്ചുകൊണ്ട് പ്രതികരിക്കുകയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. 47 വർഷമായി താൻ തുടരുന്ന ഇൻഡസ്ട്രി ഒരു AMMയുടെ പ്രസിഡന്റ് എന്ന നിലയ്ക്കല്ല അദ്ദേഹം പ്രതികരിക്കുന്നതെന്ന് പറഞ്ഞു. സിനിമാ മേഖലയിൽ ഇത്ര വർഷം കാലമായി തുടരുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഈ ഇൻഡസ്ട്രിയെ നശിപ്പിക്കാൻ ഇടയാക്കുന്ന കാര്യങ്ങൾക്ക് നിന്നു കൊടുക്കരുത് എന്ന മാധ്യമങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് മോഹൻലാൽ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഒരുമിച്ച് നിന്ന് നീങ്ങാം എന്നാണ് മോഹൻലാൽ പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ട് ഇത്രയും ദിവസം പ്രതികരിച്ചില്ല എന്നതിലടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങിയത്. ആധികാരികമായി സംസാരിക്കാൻ അറിയില്ല എന്ന് അദ്ദേഹം തുടക്കത്തിലേ പറയുന്നുണ്ട്. ഒന്നിൽ നിന്നും ഒളിച്ചോടിയിട്ടില്ല. മോഹൻലാൽ ഒളിച്ചോടി എന്ന പ്രതികരണം സിനിമാ മേഖലയിൽ നിന്ന് തന്നെയാണ് വന്നിട്ടുള്ളത്. പാർവതി തിരുവോത്ത് അടക്കമുള്ളവർ ആണ് ആ പ്രതികരണം നടത്തിയിരുന്നത്. ഇപ്പോൾ ഒളിച്ചോടിയിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഭാര്യയുടെ സർജറി ആയിരുന്നു, അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ സിനിമ ബറോസിൻ്റെ ഫൈനൽ മിക്സിംഗ് ആയിരുന്നു. ഈ കാര്യങ്ങൾ കൊണ്ടാണ് അതിൽ വൈകിയത്. വിദേശത്ത് നിന്ന് അടക്കമുള്ള ടെക്നീഷ്യൻസ് ഉണ്ടായിരുന്നു. ആ നടപടികൾ കഴിഞ്ഞു. പക്ഷേ സിനിമ റിലീസിംഗ് മാറ്റിയിരിക്കുന്നു പുതിയ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെച്ചു. സിനിമ സമൂഹത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. സമൂഹത്തിൽ ഉണ്ടാകുന്ന എല്ലാ കുഴപ്പങ്ങളും പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട് സിനിമയിൽ കൂടി. എന്നാൽ മറ്റു മേഖലകളിലും അതുണ്ട് എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഒരു തുടർച്ച സിനിമ മേഖലയിൽ കണ്ടിരിക്കാം എന്ന് പറയുന്നു. എന്നാൽ AMMA അല്ല എല്ലാത്തിനും മറുപടി പറയേണ്ടത് എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട്. AMMA എന്നുള്ളത് ഒരു ട്രേഡ് യൂണിയൻ സംഘടനയല്ല, അതൊരു ഫാമിലി പോലെയാണ്. ഒരുപാട് പേർ അതിലേക്ക് വന്നു ചേർന്നിട്ടുണ്ട്. അത് ഒരുപാട് പേർക്ക് സഹായങ്ങൾ നൽകുന്നുണ്ട്. അങ്ങനെയുള്ളൊരു സംവിധാനമാണ്. ഒരു കുടുംബം പോലെ കഴിയുന്നവരാണെന്ന് പറയുന്നു. അപ്പോൾ ആ സംഘടനയ്ക്കാണ് എല്ലാത്തിൻ്റെയും ഉത്തരവാദിത്തം. ആ സംഘടനയാണ് എല്ലാ സമയത്തും മറുപടി പറയേണ്ടത് എന്ന നിലപാട് ശരിയല്ല. സിനിമയിൽ വേറെയും സംഘടനകളുണ്ട്. അതാണ് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നത്. FEFK പോലുള്ള സംഘടനകളെ ഒഴിവാക്കിക്കൊണ്ട് എന്തുകൊണ്ട് AMMയിലേക്ക് മാത്രം വരുന്നു? താരസംഘടന മാത്രമാണോ എല്ലാത്തിനും ഉത്തരവാദി? മലയാള സിനിമ ഇൻഡസ്ട്രി എന്ന് വെച്ചാൽ താരസംഘടന മാത്രമാണോ മറുപടി പറയേണ്ടത് എന്ന ചോദ്യം അദ്ദേഹം പലയിടത്തായി ആവർത്തിക്കുന്നുണ്ട്. 2 തവണ താൻ ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ ഇരുന്നിട്ടുണ്ട്. എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അത് മൊത്തം സിനിമാ മേഖലയെക്കുറിച്ചാണ് എന്നോട് ചോദിച്ചത്. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്ന് അദ്ദേഹം പറയുന്നു. ഹേമ കമ്മിറ്റിയിൽ പറയുന്ന നല്ല കാര്യങ്ങൾ നടപ്പാകട്ടെ, അത് നടപ്പാകേണ്ടതാണ് എന്നത് അദ്ദേഹം ആവർത്തിച്ചു പറയുന്നു. താൻ ഏതായാലും പവർ ഗ്രൂപ്പിൻ്റെ ഭാഗമല്ല എന്നുകൂടി അദ്ദേഹം അവസാന ഭാഗത്ത് പറയുന്നുണ്ട്. അപ്പോൾ മലയാള സിനിമ ഒരു വല്ലാത്ത പ്രതിസന്ധിയിൽപ്പെട്ടിരിക്കുന്നു. നശിപ്പിക്കാനുള്ള ഒരു പ്രവണത അതിനുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾക്കുണ്ട്. അങ്ങനെ സംഭവിക്കരുത്. അതിന് മാധ്യമങ്ങൾക്ക് കൂടി വലിയ പിന്തുണ ആവശ്യമുണ്ട് എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നു. തൻ്റെ ഇൻഡസ്ട്രി, തൻ്റെ 47 വർഷത്തെ ഈ സിനിമാ ജീവിതവുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന ആദ്യമായൊരു സാഹചര്യം, തിരുവനന്തപുരത്ത് നിന്നാണ് താൻ സിനിമയിലേക്ക് എത്തുന്നത്. അവിടെ വെച്ച് തന്നെ ഇൻഡസ്ട്രിയിലെ വലിയൊരു പ്രതിസന്ധിയിൽ മറുപടി പറയേണ്ടി വന്ന സാഹചര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങിയിരിക്കുന്നത്. എല്ലാം കോടതിക്ക് മുന്നിലല്ലേ, സർക്കാരല്ലേ പ്രവർത്തിക്കേണ്ടത് പോലീസല്ലേ, കോടതിയുണ്ടല്ലോ, കോടതിയുടെ മുന്നിലാണല്ലോ കാര്യങ്ങൾ. ആധികാരികമായി പറയാൻ തനിക്കറിയില്ല എന്ന് അദ്ദേഹം പലയിടത്തായി പറയുന്നുണ്ട്. ശരിയായിരിക്കാം, ഒരു നടൻ എന്നുള്ള നിലയ്ക്ക് സിനിമയിൽ അദ്ദേഹം വാചാലനാകുന്നത് പോലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ, പൊതുസമൂഹത്തിന് മുന്നിൽ വാചാലനാകാൻ ഒരുപക്ഷെ അദ്ദേഹത്തിന് കഴിയുന്നുണ്ടാകില്ല. പക്ഷേ അത് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് വരുന്ന ഗുരുതരമായ ആരോപണങ്ങളിൽ ഇത്രയും കാലം AMMA താരസംഘടനയുടെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് പ്രവർത്തിച്ച സാഹചര്യത്തിൽ അതിലെ താരങ്ങളുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ആരോപണങ്ങളിൽ ഒന്നും ചോദിക്കരുത് പ്ലീസ്, എനിക്ക് പറയാൻ അറിയില്ല, ആധികാരികമായി പറയാൻ അറിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞൊഴുകുകയാണ് ചെയ്തിരിക്കുന്നത്. ഇത് നിയമപരമായി നീങ്ങേണ്ട കാര്യങ്ങൾ നിയമപരമായി തന്നെ നീങ്ങട്ടെ, തെറ്റുകാർ ശിക്ഷിക്കപ്പെടട്ടെ എന്ന് അദ്ദേഹം ആവർത്തിച്ചു പറയുന്നുണ്ട്. പല സമയത്തും മാധ്യമങ്ങൾ പിന്തുണ നൽകിയ കാര്യം അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. ഈ സ്റ്റേജ് ഷോകൾ നടത്തുന്നതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നു. അത് പലപ്പോഴും ചാരിറ്റിയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നടത്തിയ സ്റ്റേജ് ഷോ, അതായത് AMMA പ്രതികരിക്കാൻ വൈകിയത് ആ സ്റ്റേജ് ഷോയ്ക്ക് വേണ്ടിയാണല്ലോ. അതുകൂടി അതിൽ കിട്ടുന്ന പണം വയനാടിന് നൽകാനാണ് ഞങ്ങൾ തീരുമാനിച്ചത്. അങ്ങനെ ഒരുപാട് ചാരിറ്റി ചെയ്യുന്നവരാണ്. സിനിമയിലുള്ള എല്ലാവരും സംസാരിക്കട്ടെ, എന്തിന് ഞങ്ങൾക്ക് നേരെ മാത്രം നിങ്ങളുടെ മൈക്ക് ഉയരുന്നു, നിങ്ങളുടെ ചോദ്യം ഉയരുന്നു എന്നുള്ളതാണ് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നത്. എല്ലാ മേഖലകളിലും കമ്മിറ്റി വേണമെന്ന് പറയുന്നു. ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ പരാതികൾ ശക്തമായി ഉയരുന്ന പശ്ചാത്തലത്തിൽ അദ്ദേഹം പറയുന്നത് ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കും ഒരു സംഘടന വേണ്ടതാണ്. യഥാർത്ഥത്തിൽ അവരെ നൽകുന്നത് ഒരു ഏജൻസിയാണ്, ഏജൻസി വഴിയാണ് അറിയുന്നത്. അപ്പോൾ അതിലുള്ള ചൂഷണങ്ങൾ അത് പരിഹരിക്കാൻ വേണ്ടത് ഒരു സംഘടനയാണ് എന്ന് അദ്ദേഹം പറയുന്നു. താൻ പ്രസിഡന്റ് AMMA പ്രസിഡന്റ് എന്ന നിലയ്ക്കല്ല പ്രതികരിക്കുന്നത് എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട്. സിനിമാ മേഖലയിൽ നിന്നുള്ള ഇത്ര വർഷമായി സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്കാണ് താൻ പറയുന്നത്. ഈ കാര്യങ്ങളൊന്നും എൻ്റെ കയ്യിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല. അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് അങ്ങനെയാണ്, എൻ്റെ കയ്യിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല. പോലീസ് ചെയ്യേണ്ടത് പോലീസ് ചെയ്യട്ടെ, സർക്കാർ ചെയ്യേണ്ടത് സർക്കാർ ചെയ്യട്ടെ.
ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അന്വേഷണം വേണ്ടേ എന്ന ഞങ്ങളുടെ പ്രതിനിധി റോഷിപാലിൻ്റെ ചോദ്യത്തിൽ അന്വേഷണം വേണം, ഞാൻ എങ്ങനെയാണ് അത് വേണ്ട എന്ന് പറയുക എന്നാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും കാര്യങ്ങൾ പലതും എന്തൊക്കെയോ സംഭവിച്ചു പോയിട്ടുണ്ട്. ഇനിയും സംഭവിക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ നോക്കണം. അതായത് ഹേമ കമ്മിറ്റിയിലെ നിർദ്ദേശങ്ങൾ നടപ്പാക്കണം എന്നാണ് ആ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഏറ്റവും ഒടുവിൽ അദ്ദേഹം പറയുന്നത് ഒരുമിച്ച് നിൽക്കാം, ഒരുമിച്ച് നിന്ന് പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാമെന്നുള്ളതാണ്. റോഷിപാൽ